നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. കൊടകര ആലത്തൂർ ALP സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച AC ക്ലാസ് മുറികളുടെ ഉദ്ഘാടനവും സോളാർ ഉപയോഗിച്ച് 100% വൈദ്യുതീകരിച്ച വിദ്യാലയമായി മാറിയതിന്റെ ഉദ്ഘാടനവും നടത്തി. മുരിക്കിങ്ങൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും ക്ഷീരവികസന വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ക്ഷീര കർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിന്റെ 5 വർഷങ്ങളുടെ സാക്ഷ്യപത്രം. മുരിയാടിന്റെ മുഖശ്രീ ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു പ്രകാശനം ചെയ്തു. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന 2 പ്രതികളെ പോലീസ് പിടികൂടി. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഇവരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബ്ലോക്ക് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം, സംസ്ഥാന സെക്രട്ടറി ജെറോം ജോൺ എന്നിവരെ പോലീസ് കയ്യേറ്റം ചെയ്തുവെന്നാരോപിച്ച് പ്രവർത്തകരും പോലീസും വാക്കുതർക്കമുണ്ടായി. 5ഓളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പുതുക്കാട് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. പുതുക്കാട് സെന്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷം നടന്നത്. തുടർന്ന് നടന്ന ഉപരോധ സമരം DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ K. ഗോപാലകൃഷ്ണൻ, TM ചന്ദ്രൻ, സെബി കൊടിയൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ഹരൺ ബേബി, പ്രതീഷ് പണ്ടാരത്തിൽ, ജിജോ പുന്നക്കര എന്നിവർ പ്രസംഗിച്ചു. അതിന്റെ അധികൃതരെ കണ്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതിന് പകരം യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെ അപേക്ഷിച്ചാൽ നിങ്ങൾ ഇനിയും ഒരുപാട് യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾ കാണേണ്ടി വരും. തെരുവിലും നിങ്ങൾ യൂത്ത് കോൺഗ്രസുകാരെ കാണേണ്ടി വരുന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ കോൺഗ്രസ് മാളത്തിൽ ഒളിച്ചു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് കേരളത്തിന്റെ ആരോഗ്യരംഗം മുന്നോട്ട് പോവുക എന്ന് വലിയ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ്. പണ്ട് K. കരുണാകരൻ കേരളത്തിൽ തൃശ്ശൂരിൽ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ അവിടെ നമുക്കറിയാം വലിയ കാടായിരുന്ന സ്ഥലം, കുറുക്കന്മാരുണ്ടായിരുന്ന സ്ഥലം, നായ്ക്കളുണ്ടായിരുന്ന സ്ഥലമൊക്കെ ആയിരുന്ന സ്ഥലത്തെ കൃത്യമായി എടുത്ത് വികസനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജ് സ്ഥാപിച്ച് കേരളത്തിന് മാതൃകയായി പിന്നീട് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന പാവങ്ങളുടെ പടത്തലവൻ അധികാരത്തിലെത്തി കേരളത്തിലേക്ക് മെഡിക്കൽ കോളേജ് അനുവദിച്ച് ആലത്തൂർ ALP സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച AC ക്ലാസ് മുറികളുടെ ഉദ്ഘാടനവും സോളാർ ഉപയോഗിച്ച് 100% വൈദ്യുതീകരിച്ച വിദ്യാലയമായി മാറിയതിന്റെ ഉദ്ഘാടനവും നടത്തി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് പ്രതിനിധി CG അനൂപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഹെഡ് മിസ്ട്രസ് PM ജിൻസ, സ്റ്റാഫ് പ്രതിനിധി TR കൃഷ്ണപ്രിയ, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് അംഗം TK സതീശൻ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ MS രാജീവ്, കൊടകര പോലീസ് CRO സാജു പൗലോസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ TK സലീഷ്, സ്കൂൾ മാനേജർ T. രമേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ചെയ്തു നോക്കിയെങ്കിലും ഉണ്ടാവുന്നത്. അപ്പോൾ ആ അവസ്ഥയിലേക്ക് നമ്മുടെ ഇത് പോവരുത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അത് കുട്ടികളിൽ നമ്മൾ മാറ്റങ്ങൾ ശ്രദ്ധിക്കണം വളരെ. അതായത് നമ്മുടെ നേരത്തെ മാഷ് പറഞ്ഞ പോലെ നേരത്തെ AEO പറഞ്ഞില്ലേ, AEO പറഞ്ഞവർക്ക് 2-3 കാര്യങ്ങളുണ്ട്. മൊബൈൽ യൂസ്, മൊബൈലാണ് എല്ലാ ഇവരുടെ ഡാർക്ക് സൈറ്റിൽ പോയിട്ടുള്ള സംഭവങ്ങൾ. അതിലൊരു ഉദാഹരണം പറഞ്ഞാൽ ഇതൊക്കെ മൊബൈൽ നമ്മൾ ചെറുപ്പത്തിലെ ഉണ്ടായത് പോലെയല്ല. മുരിക്കിങ്ങൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും ക്ഷീരവികസന വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ക്ഷീര കർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. വാർഡംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ ഉദ്ഘാടനം ചെയ്തു.
ക്ഷീരസംഘം പ്രസിഡന്റ് ഹസൻ വില്ലത്ത് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സിനി ലെനിൻ സ്വാഗതം പറഞ്ഞു. കൊടകര ഡയറി ഫാം ഇൻസ്ട്രക്ടർ കീർത്തി CS കർഷകർക്ക് ക്ലാസ് എടുത്തു. കേരള ഫീഡ്സ് ഉദ്യോഗസ്ഥർ എത്തി കർഷകർക്ക് സൗജന്യമായി കാൽസ്യം മിനറൽസ് വിതരണം ചെയ്തു. ഒന്നും കൂടി ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ട ഒരു സമയമാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. പശുക്കളുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. ഇപ്പൊ സാധാരണ പൊതുവെ മഴക്കാലത്ത് എല്ലാ പശുക്കളുടെയും ചാണകം ചെറുതായിട്ടൊന്ന് ലൂസായി പോവും എന്ന് കർഷകർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിന്റെ 5 വർഷങ്ങളുടെ സാക്ഷ്യപത്രം മുരിയാടിന്റെ മുഖശ്രീ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു പ്രകാശനം ചെയ്തു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചില്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പൊതുഭരണം ആധുനികവൽക്കരിക്കുന്ന മൊബൈൽ ആപ്പ്, വാർഡ് തോറും സേവാഗ്രാം ഗ്രാമകേന്ദ്രങ്ങൾ, ചാറ്റ് ബോട്ട്, ഡിജി മുരിയാട്, ഗ്രീൻ മുരിയാട്, ക്ലീൻ മുരിയാട്, ജീവധാര, ഉയിരെ, ടൂറിസം, ഗ്രാമവണ്ടി, മൊബൈൽ ക്രിമിറ്റോറിയം, പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്, കൃഷി ഉപരോധം, ബഡ്സ് സ്കൂൾ, വാട്ടർ ATMകൾ, വനിതാ ഫിറ്റ്നസ് സെൻറ്റർ, വെൽനസ് സെൻറ്റർ, ഷീ ഹെൽത്ത്, വയോമന്ദസ്മിതം, കലാഗ്രാമം, പ്രാണ ഡയാലിസിസ് പദ്ധതി തുടങ്ങിയവ ജനകീയ സംവാദങ്ങളിലൂടെ രൂപപ്പെട്ടതും നിർവഹണത്തിൻ്റെ നിർണായക ഘട്ടങ്ങൾ പിന്നിട്ടതുമായ നവീന ആശയങ്ങളാണ് മുരിയാട് പഞ്ചായത്തിൻ്റേത്. 25-ൽ പരം വ്യക്തിഗത ആനുകൂല്യങ്ങൾ 6000-ലധികം ഭവനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതും 200-ലധികം പേരുടെ ലൈഫ് സേഫാക്കി ഭവന നിർമ്മാണ രംഗത്ത് വൻ കുതിച്ചുചാട്ടം നടത്താനായതും വികസനത്തിൻ്റെ ജനകീയതയുടെ നേരടയാളങ്ങളാണ്. ഈ പ്രവർത്തനങ്ങളുടെ സാക്ഷ്യപാത്രമായാണ് മുരിയാടിൻ്റെ മുഖശ്രീ. പ്രകാശന ചടങ്ങിൽ മുരിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സരിത സുരേഷ്, KU വിജയൻ, പഞ്ചായത്ത് അംഗങ്ങളായ മണി സജയൻ, നിഖിത അനൂപ്, സെക്രട്ടറി ഇൻചാർജ് PB ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി റെസിഡൻസ് അസോസിയേഷൻ കോർഡിനേഷൻ ട്രസ്റ്റ് വനിതാ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ വനിതകൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചാലക്കുടി ഹൗസിംഗ് ബോർഡ് കോളനി ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ ക്രാക്ട് പ്രസിഡന്റ് പോൾ പാറയിൽ ഉദ്ഘാടനം ചെയ്തു. ക്രാക്ട് വനിതാ വിംഗ് പ്രസിഡന്റ് സിമി അനൂപ് അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് അവയർനെസ് സെമിനാറിൻ്റെ ഭാഗമായി പ്രകൃതി ചികിത്സാ രംഗത്തും യോഗ തെറാപ്പി മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ T. രാജൻ മരുന്നില്ലാതെ എങ്ങനെ ജീവിക്കാം എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് നയിച്ചു. ക്രാക്ട് വനിതാ വിംഗ് സെക്രട്ടറി സ്മിജ സണ്ണി, ക്രാക്ട് സെക്രട്ടറി PD ദിനേഷ്, നഗരസഭാ വാർഡ് കൗൺസിലർ VJ ജോർജി, LC ഡേവിസ്, ഹേമലത ചന്ദ്രബാബു, ജിഷ ഗിരീഷ് എന്നിവർ പ്രസംഗിച്ചു. മണിക്കൂർ എന്ന് പറയാനില്ല, 20 മിനിറ്റ് ഇന്ന് മുതൽ ഒരു റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുന്ന ഉറപ്പുള്ളവരൊന്ന് കൈവയ്ക്ക്. നോണ പറഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയോ? പങ്കജം, അവിടെ താമര, ഇവിടെ പങ്കജം, രണ്ടും ഒന്ന് തന്നെയാണ്. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന 2 പ്രതികളെ കൂടി പോലീസ് പിടികൂടി. നോർത്ത് പറവൂർ സ്വദേശികളായ വെട്ടിമറ ദേശത്ത് കാഞ്ഞിരപ്പറമ്പിൽ വീട്ടിൽ അബ്ദുള്ള 34 വയസ്സ്, പെരുമ്പടന്ന കരുവാപ്പറമ്പിൽ വീട്ടിൽ ഗോഡ്ലി 34 വയസ്സ് എന്നിവരാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം വാളയാറിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. പടിയൂർ സ്വദേശി കോഴിപ്പറമ്പിൽ 26 വയസ്സുള്ള അനന്തുവിനെ 2024 ഡിസംബർ 25-ന് രാവിലെ 10:30 കൊമ്പൊടിഞ്ഞാമാക്കലയിലെ വീട്ടിൽ വെച്ച് സഞ്ചരിച്ചിരുന്ന കാറടക്കം തട്ടിക്കൊണ്ടുപോയി വെടിമറയിലുള്ള ഖുറേഷി എന്നയാളുടെ ഹോട്ടലിലെത്തിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. ഈ കേസുമായി ബന്ധപ്പെട്ട് മുക്താർ, മുഹമ്മദ് ഷമീം ഖുറേഷി, ഷാജി, നിഷാന, ഫാരിസ്, റൊണാൾഡ്, റിച്ചാർഡ് എന്നീ 7 പ്രതികളെ നേരത്തെ പിടികൂടിയിരുന്നു. അനന്തവും സുഹൃത്തുക്കളും ചേർന്ന് 50 ലക്ഷം രൂപ കവർച്ച ചെയ്തിരുന്നു. ഇവർ കവർന്ന പണം അപഹരിക്കുന്നതിന് വേണ്ടിയാണ് 10 പേരടങ്ങുന്ന സംഘം അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയതെന്ന് പോലീസ് പറഞ്ഞു. അന്വേഷണം ആരംഭിച്ചതോടെ പ്രതികൾ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. പ്രതികളുമായി സംഭവസ്ഥലമായ വെടിമറയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പാലക്കാട് ഡാൻസ് ഓഫ് ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്നിവരുടെ സഹായത്തോടെയാണ് പ്രതികളെ പിടികൂടിയത്. ഇരിഞ്ഞാലക്കുട DYSP KG സുരേഷ്, ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ B. ഷാജിമോൻ, സബ് ഇൻസ്പെക്ടർമാരായ M. അഫ്സൽ, CS സുമേഷ് എന്നിവർ അന്വേഷണത്തിന് നേതൃത്വം നൽകി. നാലമ്പല ദർശനത്തിനായുള്ള KSRTC സ്പെഷ്യൽ സർവീസിന്റെ ഫ്ലാഗ് ഓഫ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു നിർവഹിച്ചു. KSRTC ഇരിഞ്ഞാലക്കുട യൂണിറ്റിൽ നിന്നും 2 നാലമ്പല സർവീസുകൾ ജൂലൈ 17 മുതൽ ആരംഭിക്കും. രാവിലെ 6 മണിക്കും 6:30-നും ഇരിഞ്ഞാലക്കുട KSRTC സ്റ്റാൻഡിൽ നിന്നുമാണ് യാത്ര ആരംഭിക്കുന്നത്. ചടങ്ങിൽ ഇരിഞ്ഞാലക്കുട മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു. കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് ഗോപി, ചാലക്കുടി അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ KJ സുനിൽ, കൗൺസിലർമാരായ സ്മിത കൃഷ്ണകുമാർ, അമ്പിളി ജയൻ, കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റർ GS രാധേഷ്, ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില
സ്വർണം ഗ്രാമിന് 9,100 രൂപ, പവന് 72,800 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. കൊടകര ആലത്തൂർ ALP സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച AC ക്ലാസ് മുറികളുടെ ഉദ്ഘാടനവും സോളാർ ഉപയോഗിച്ച് 100% വൈദ്യുതീകരിച്ച വിദ്യാലയമായി മാറിയതിന്റെ ഉദ്ഘാടനവും നടത്തി. മുരിക്കിങ്ങൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും ക്ഷീരവികസന വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ക്ഷീര കർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിന്റെ 5 വർഷങ്ങളുടെ സാക്ഷ്യപത്രം. മുരിയാടിന്റെ മുഖശ്രീ ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു പ്രകാശനം ചെയ്തു. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന 2 പ്രതികളെ പോലീസ് പിടികൂടി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.